വെൽക്കം ടു അജീസ് ക്രിയേഷൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന എഗ് പ്ലാന്റ് ഉപയോഗിച്ചുള്ള ഒരു വെരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ്. കുഞ്ഞുങ്ങൾക്കും അഡൽറ്റിനും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ്. ഇതിനായി ഞാൻ ഒരു എഗ് പ്ലാന്റ് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ച് മാറ്റുന്നു. ഇനി ഞാൻ ഇതിനകത്ത് ഇൻസൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റുവാണ്. അങ്ങനെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. നേരം അത് ഇങ്ങനെ ഇരിക്കും. ഇനി ഇത് ഞാൻ ഓവനിൽ വെക്കുകയാണ്. ഓവനിൽ വെക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിൽ ഒരു മിക്സ് പുരട്ടിയാണ് വെക്കുന്നത്. ആ മിക്സ് ഉണ്ടാക്കുന്നതിന് കാണാം. ഇത് ഹാഫ് ലെമൺ ജ്യൂസ്, പിന്നെ സോൾട്ട്, ഒലിവ് ഓയിൽ, ഈ മിക്സ് ഓരോന്നിൻ്റെയും ഓരോ എഗ് പ്ലാന്റിൻ്റെയും ഇൻസൈഡ് എടുത്ത് മാറ്റി പുരട്ടുക. എന്നിട്ട് അത് നമ്മുടെ പാനിലൊക്കെ അത് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. ഇങ്ങനെ എല്ലാത്തിൻ്റെയും അകവും പുറവും ഈ മിക്സ് കൊണ്ട് കോട്ട് ചെയ്ത് നമ്മൾ ബേക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ നടുവ് മുറിച്ച് മാറ്റിയ എഗ് പ്ലാന്റ് ഇല്ലേ, അതിൻ്റെ അകമാണിത് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. അത് ഫില്ല് ചെയ്യാനുള്ളതാണ്. ഇനി അതിനകത്തോട്ട് നമ്മളൊരു മിക്സ് ചേർക്കുന്നു. അതിന് ഞാനിവിടെ അര സബോള ചെറുതായിട്ട് കട്ട് ചെയ്യുന്നു. ആ സബോള ഞാൻ ഇതിലോട്ട് ചേർക്കുന്നു. 2 പച്ചമുളക്, 1 ടൊമാറ്റോ, ഇനി ചേർക്കുന്നത് കുരുമുളക് പൊടി, ബ്ലാക്ക് പെപ്പർ, സോൾട്ട്, ഇനി ഇതിലോട്ട് ഇറ്റാലിയൻ സീസണിങ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് അതിനകത്ത് ഫില്ല് ചെയ്യാനുള്ളതാണ്. പത്ത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്ത കവർ കണ്ടോ, അതിലോട്ട് നമ്മുടെ ഈ മിക്സ് ഫില്ല് ചെയ്യുവാണേ. നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കുവാണേ. മുട്ട പൊട്ടിച്ചതിന് ശേഷം കുറച്ച്
ചീസ് കൂടെ വിതറുക. കണ്ടല്ലോ. ഇനി ഇത് എയർ ഫ്രയറിലോ അവനിലോ 400-ൽ ഒരു 20 മിനിറ്റ്സ് കൂടെ ബേക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഡിഷാവും, എഗ് പ്ലാന്റ് ഡിഷ്. ഇത് എഗ് പ്ലാന്റ് എയർ ഫ്രയറിൽ വെച്ചിരിക്കുന്നു. ഇനി ഇത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ 400-ൽ 20 മിനിറ്റ്സ് ഞാൻ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. എഗ് പ്ലാന്റ് ഇവിടെ റെഡിയായി. ഇതൊരു പ്രോട്ടീൻ ഫിൽഡ് ന്യൂട്രീഷ്യസ് ഫുഡാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? കണ്ടോ, എഗ്ഗും സ്പൈസസും എല്ലാം ചേർന്നിട്ടുണ്ട്.